ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഈ കൊത്തുമുട്ടേനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിക്കറിയാം, ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവും. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഈ കൊത്തുമുട്ട എന്താണ്, ഈ കോഴികളുടെ ലാഭം, നമുക്ക് നാടൻ കോഴിയെ വളർത്തിയിട്ട് എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നുള്ളൊരു നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊത്തുമുട്ട വിറ്റിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, ഇതെന്താണ് ഈ കൊത്തുമുട്ട, ഇതെന്താണ് സംഭവം? അങ്ങനെ കുറച്ച് പേർക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കമൻറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിളിച്ചു അങ്ങനെയാണ് നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ. നമ്മൾ ഏത് കാര്യമായി കഴിഞ്ഞാലും കോഴി വളർത്തലിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. നമ്മൾ തെറ്റ് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഏത് നഷ്ടത്തിലുള്ള സംഭവിക്കുന്നത് നമുക്ക് പഠിച്ചിട്ട് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ സാധാരണ മുട്ടയും കൊത്തുമുട്ടയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊത്തുമുട്ടയും സാധാരണ മുട്ടയും എന്തും ആയിക്കോട്ടെ, നമുക്ക് കഴിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്കെന്ന് വെച്ചാൽ സാധാരണ ഓംലേറ്റ് അടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങി കഴിക്കാനോ അല്ലെങ്കിൽ എന്ത് മുട്ടേനെ കൊണ്ടുള്ള എന്ത് സംഭവം ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിന് വേറെ ഒരു കുഴപ്പവും കാര്യമൊന്നുമില്ല. പക്ഷേ ഈ കൊത്തുമുട്ടക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൊത്തുമുട്ട വെച്ചിട്ട് പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ കൊത്തുമുട്ട മാത്രമേ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഈ സാധാ മുട്ടയും കൊത്തുമുട്ടയും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലേ? അപ്പോൾ ഈ ഫെർട്ടിലൈസ്ഡ് എഗ്ഗാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ സാധാരണ മുട്ട നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ പറയുക, ആ മുട്ട വിരിയൂല. നമ്മൾ കോഴിക്കട വെച്ചാലും ഇൻക്യുബേറ്റർ വെച്ചാലും എവിടെ വെച്ചാലും ആ മുട്ട ഒരിക്കലും നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഫെർട്ടിലൈസ്ഡ് എഗ് ആണെങ്കിൽ, കൊത്തുമുട്ടയാണെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്ററിലല്ല കോഴിക്കട വെച്ചാൽ എങ്ങനെയാലും ആ മുട്ട വിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു ഡൗട്ട് ഉണ്ടാവുക, അപ്പോൾ ഈ കൊത്തുമുട്ട എങ്ങനെ കിട്ടുമെന്നല്ലേ? ഈ പൂവൻ കോഴികൾ പിടക്കോഴികളായിട്ട് ഇണചേരുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ ആ കൂട്ടുന്ന കിട്ടുന്ന മുട്ടയാണ് കൊത്തുമുട്ടയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ പിടക്കോഴികൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരിക്കലും പൂവൻകോഴിയുടെ ആവശ്യമില്ല. പൂവൻകോഴി ഇല്ലെങ്കിലും പിടക്കോഴികൾ മുട്ടയിടും. പക്ഷേ ആ മുട്ടയിൽ ഫെർട്ടിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് പൂവൻകോഴി തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുന്നുള്ള മുട്ട എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണ മുട്ട ഒരിക്കലും നമുക്ക് വിരിയിപ്പിക്കാൻ പറ്റില്ല. ഇത് പറയുടെ കാരണം പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഒരു 10 രൂപ കോഴിനൊക്കെ എടുക്കുമ്പോൾ ഒരു 5 പൂവൻ അല്ലെങ്കിൽ 2 പൂവനൊക്കെ തരണേന്ന്. എന്നിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ മുട്ടക്കാണെങ്കിൽ പൂവൻ കോഴിയുടെ ആവശ്യമില്ലല്ലോ? അപ്പോൾ അവർ പറയും, അല്ല മുട്ടയിടണ്ടെങ്കിൽ പൂവൻ കോഴി വേണ്ടേ? അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ചില ആൾക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ പറയുന്നത്, കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരിക്കലും പൂവൻ കോഴിയുടെ ആവശ്യമില്ല. പൂവൻ കോഴി ഇല്ലെങ്കിലും കോഴി മുട്ടയിടും. പക്ഷേ ആ മുട്ട വിരിയിപ്പിക്കണമെങ്കിൽ ആ കൂട്ടിൽ പൂവൻകോഴി ഉണ്ടായിരിക്കണം. വിരിയിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചത് പൂവൻകോഴിയായിട്ട് ഇണചേർന്ന പൂവൻകോഴി പെടക്കോഴിയായിട്ട് ഇണചേർന്ന കൂട്ടിലുള്ള മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കൊത്തുമുട്ടയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ മുട്ടയൊക്കെ, നാടൻ കോഴി മുട്ടയൊക്കെ 10, 12, 13, 15 രൂപയ്ക്കൊക്കെയാണ് വിൽക്കാറ്. അത് സാധാരണ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ ഈ കൊത്തുമുട്ട നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 20, 25, 30 ആ റേഞ്ചിലൊക്കെ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയണ്ടേ, ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ കോഴിയെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട്, നാടൻ കോഴി ആയിക്കോട്ടെ ഏത് കോഴി ആയിക്കോട്ടെ, ഇപ്പം ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിക്കണമെങ്കിൽ അവർക്ക് അത്രയും മുട്ട ചിലപ്പോൾ അവരെ കൂട്ടുന്ന കിട്ടണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പുറത്തെ സ്ഥലത്തേക്ക് ഇങ്ങനെ ആഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും കൊത്തുമുട്ട വെക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചില പോസ്റ്റ് ഉള്ളതാണ്. ചില പോസ്റ്റിന് റിപ്ലൈ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ അന്വേഷിച്ച് പിടിച്ച് കൊത്തുമുട്ട കണ്ടെത്തും. അപ്പോൾ അങ്ങനെ ഈ കൊത്തുമുട്ട നമ്മൾ പുറത്തുനിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കത് വിരിയിപ്പിച്ചിട്ട് എടുക്കാം. ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് വിരിയിപ്പിച്ചിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 10 പടക്കോഴിക്ക് ഒരു 2 പൂവെന്നുള്ളൊരു കണക്കിലായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ ഈ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന നോക്കണം. അവിടെ നിന്നുള്ള കൊത്തുമുട്ട എത്രത്തോളം ഇതായിരിക്കും എനിക്കറിയില്ല. നോർമലി കൊത്തുമുട്ട എന്നൊക്കെ പറയുന്നത് നമുക്ക് കോഴികളെ നിലത്ത്, അതായത് ലിറ്റർ സിസ്റ്റത്തിലേക്ക് വളർത്തുന്ന ഒരു സെറ്റപ്പിലാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അവർക്ക് ഇണചേരാനുള്ളൊരു സെറ്റപ്പ് കൂടി അവിടെ ഉണ്ടാവണം. ഈ കേജ് സിസ്റ്റം നമ്മൾ ഹൈടെക് കേജിലൊക്കെ അത് വർക്കൗട്ട് ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ലിറ്റർ സിസ്റ്റത്തിൽ അല്ല പറമ്പത്തൊക്കെ ഇളക്കി വിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ചില ആൾക്കാർക്ക് ആ ഒരു ഡൗട്ടും ഉണ്ടാവും. നമ്മളിപ്പോൾ ഹൈടെക് കേജിൽ ചില ആൾക്കാർ ഡൗട്ടെന്ന് ഉദ്ദേശിച്ചത്, ചില ആൾക്കാർ ചിലപ്പോൾ ഹൈടെക് കേജിലെ മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യും, വിരിയിപ്പിക്കാൻ നോക്കും. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, ഞാനത് പരീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയുക കേട്ടോ, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കാരണം കൂടിൻ്റെ സെറ്റപ്പ് നമുക്ക് അറിയാലോ, കാരണം അത്ര സ്പേസ് അതിൻ്റെ അകത്തുള്ളൂ, ഒരു കോഴിയുടെ ഹൈറ്റേ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അത് എനിക്ക് വലിയ ഉറപ്പില്ല അതിൽ. അപ്പോൾ അറിയുന്ന ആൾക്കാരുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ കൊത്തുമുട്ടയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ആരോഗ്യമുള്ള പൂവൻകോഴിയെ ആ കൂട്ടിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നല്ല പൂവൻകോഴികൾ പെടക്കോഴികളായിട്ട് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള
കൊത്തുമുട്ടയൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാരണം എല്ലാത്തിനും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിക്ക് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലത്. എന്നാലേ നമുക്ക് നല്ല ക്വാളിറ്റി ഒരു പരിപാടി തുടങ്ങുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെയും കൂട്ടിലെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് എന്താ പറയുക നാടൻ കോഴികളുണ്ട്. ഇനിയിപ്പോൾ നമ്മളതിൻ്റെ പൂവനെ മാറ്റാൻ പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പം ഇൻബ്രീഡിംഗ് ഒക്കെ വന്ന് എന്താ പറയേണ്ട കുഞ്ഞുങ്ങളെ ക്വാളിറ്റിയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഞാൻ നോക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളെ കോഴി വളർത്തലിൻ്റെ അനുഭവങ്ങളും നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചില ആൾക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിനും നെഗറ്റീവായിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മൾ നോർമലി അതിന് കൃത്യമായിട്ട് മറുപടിയും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ എന്താ പറയണ്ട ഉൾക്കൊണ്ടിട്ട് അതിലെന്താണോ തെറ്റ് അത് ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വെറുതെ വാദിച്ചിട്ട് ഒരു കാര്യമില്ല. അത് വെറുതെ സമയം രണ്ടുപേർക്ക് സമയം നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കോഴി വളർത്തലൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.